ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ചില രീതികൾ ഇപ്പോൾ നമ്മുടെ റസിദ് സാർ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇതിനകത്ത് നമ്മൾ കോട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട സാധനം ഉണ്ടായിരുന്നു. അത് ഈ രണ്ടാം പ്രതി ഇപ്പോൾ വെറുതെ വിട്ട സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കുകയാണ്. ഷാരൂൺ വീടിനുള്ളിലേക്ക് കയറി പോകുന്ന സാഹചര്യത്തിൽ അമ്മയും അമ്മാവനും ഇറങ്ങിപ്പോയി എന്നുള്ളൊരു മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കേസിൻ്റെ മൊത്തത്തിൽ ഇതിനെങ്ങനെയാണ് നമ്മൾ ഈ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഈ ഒരു കുറ്റക്കാരിയാണെന്ന് പറയുന്നു, ഒരു പ്രതിയെ വെറുതെ വിടുന്നു, രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് പറയുന്നു. നമ്മൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വാലുവേറ്റ് ചെയ്തിട്ടാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ കോടതി അവർക്ക് സംശയത്തിന് ആനുകൂല്യം കൊടുത്തിട്ടാണ് കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആലോചിച്ചിട്ട് തുടർ നടപടി എന്ത് വേണോ തീരുമാനം. കുറേ കോടതികൾ കയറി ഇറങ്ങി, പ്രത്യേകിച്ച് ഈ കേസിൻ്റെ ഒക്കറൻസ് എവിടെയാണ്, പ്ലേസ് ഓഫ് ഒക്കറൻസ് അടക്കം സംബന്ധിച്ച് അതൊക്കെ ഈ കോടതി കൃത്യമായി പരിഗണിച്ചു എന്നുള്ളതാണെന്ന് തോന്നുന്നു. കോടതി കൃത്യമായി പരിഗണിച്ചു. കാരണം ഈ പ്രതിഭാഗം വക്കീൽ സുപ്രീം കോടതി വരെ പോയ ഒരു കേസാണ്. അതിലേക്ക് അവർ ട്രയൽ കോടതിയോട് ഇത് പരിഗണിക്കാൻ പറഞ്ഞു. അത് കൃത്യമായിട്ടും ട്രയൽ കോടതി പരിഗണിച്ചു. നമുക്കത് പ്രോസിക്യൂഷൻ വ്യക്തമായി അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിജയം. അതായത് ഈ പെൺകുട്ടിയെ, ഈ പയ്യനെ ഇവിടെ നിന്ന് വിളിച്ചു വരുത്തി വിഷം കൊടുത്തതാണ് എന്നുള്ളതിനെ തെളിയിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതാണ് ഈ കേസ് ചാർജ് ഷീറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ പലതരത്തിലുള്ള ഇടപെടലുകൾ അത് വിജയം കണ്ടിരിക്കുന്നു. പാറശാല ഷാരൂൺ രാജ് കൊലപാതക കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ള നിർണായകമായ ഒരു കണ്ടെത്തൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. കോടതി അല്പസമയം മുൻപ് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ള ഒരു വളരെ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. അപ്പോഴും രണ്ടാം പ്രതി അമ്മ സിന്ധു, മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ, ഈ രണ്ടുപേരുടെ കാര്യത്തിൽ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ, അദ്ദേഹം ഈ കുറ്റക്കാരനാണ്, തെളിവ് നശിപ്പിക്കൽ കുറ്റം കിട്ടും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം പ്രത്യേകതകളുള്ളൊരു കേസായിരുന്നു.